എൻ്റെ ഒരു ബിലീഫ് എപ്പോഴും നമ്മൾ ഒരു പാട്ട് എടുത്ത് അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കമ്പോസറിൻ്റെ അടുത്ത് ഒരു ജെന്യുവിൻ ആയിട്ട് അവരുടെ അടുത്ത് നമുക്കൊരു കടപ്പാടുണ്ട്. അത് മനസ്സിൽ നിന്ന് വരണം. അതിലൊരു ഹിറ്റ് മാത്രം പ്രതീക്ഷിച്ചിട്ടായിരിക്കരുത് നമ്മളൊരു വേറൊരാളുടെ പാട്ട് നമ്മൾ എടുത്ത് എന്താ പറയുക അതിനെ റീഇൻറ്റർപ്രറ്റ് ചെയ്യുമ്പം ചെയ്യേണ്ടത്. ആ വ്യക്തിയോടുള്ള നമ്മുടെ ഒരു സ്നേഹവും ആദരവും അതിനകത്ത് ഉണ്ടാവണം. അത് നാച്ചുറലി അകത്ത് അത്രയും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ അതിനെ അത്രയും നശിപ്പിക്കരുത് എന്നുള്ളൊരു ഉത്തരവാദിത്വ ബോധ്യം നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നും കോൺഷ്യസ് ആയിട്ട് നമ്മളതിനെ വേറൊരു പൊതി കൊടുക്കുമ്പം അത്രയും സ്നേഹത്തോടെയാണ് മാഷിനുള്ള ട്രിബ്യൂട്ട് പോലെയാണ് ഞാനത് കാണുന്നത്. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും കണ്ണ് നിറയുന്നൊരു പാട്ടാണ്. അപ്പോൾ അത് പുള്ളിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് എന്നാൽ കഴിയുമ്പോൾ ഏറ്റവും സത്യസന്ധമായിട്ട് അതിൽ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാർക്ക് അത് എല്ലാവരും അംഗീകരിക്കണമെന്നില്ല കേട്ടോ. ഇപ്പം പലരും അതിനെ ക്രിട്ടിസൈസ് ചെയ്തവരുണ്ട്, ഒത്തിരി പേര് ഇഷ്ടപ്പെടാത്തവരുണ്ട്, എനിക്കറിയാമല്ലോ അങ്ങനെ. പക്ഷേ ഞാനന്നും അവരുടെ അടുത്തും പറയുന്നത് ഇത്രയേ ഉള്ളൂ, എൻ്റെ അറ്റംപ്റ്റ് നിങ്ങൾ ഉദ്ദേശിച്ച അങ്ങോട്ടായിരുന്നില്ല. എൻ്റെ ഇൻറ്റൻഷൻ വാസ് പ്യുവർ. മേ ബി യു വുഡ് ഹാവ് ഗോട്ട് ഇറ്റ് റോങ്. അപ്പോൾ പക്ഷേ അതിലൊരു നല്ല വിഭാഗത്തിന് അത് ഇഷ്ടപ്പെട്ടിരുന്നു.